എൻ്റെ പേര് ഡോക്ടർ ശശികുമാരി. ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഹോമിയോപ്പതിയും മഴക്കാല രോഗങ്ങളുമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 10-20 വർഷത്തിനിപ്പുറം വെച്ച് നമ്മുടെ കേരളത്തിൽ മഴക്കാലം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. മഴക്കാല രോഗങ്ങൾ എങ്ങനെ ഇത്രയധികം കേരളത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം സാധാരണ ജനങ്ങൾ പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിലൊന്ന് മഴക്കാല രോഗങ്ങളാണ്. കേരളത്തിൻ്റെ മഴക്കാലം രോഗങ്ങളുടെ കാലമായി മാറി. കൂടുതലായിട്ടും 3 രീതിയിലുള്ള രോഗങ്ങളാണ് പടരുന്നത്: ജലജന്യ രോഗങ്ങൾ, ജന്തുജന്യ രോഗങ്ങൾ, വായു മൂലം സ്പ്രെഡ് ചെയ്യുന്ന രോഗങ്ങൾ. ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വെള്ളത്തിൻ്റേതായിട്ടുള്ള കണ്ടേജിയസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അതായത് കോളറ, വയറിളക്കം, വയറിനെ സംബന്ധിക്കുന്ന, ദഹനത്തിനെ സംബന്ധിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ അതുമൂലം വരാറുണ്ട്. ജന്തുജന്യ രോഗങ്ങൾ, ഉദാഹരണം എലിപ്പനി, കൊതുക് പരത്തുന്ന രോഗങ്ങൾ, ഉദാഹരണം മലേറിയ, ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, വൈറൽ ഫീവർ, യെല്ലോ ഫീവർ തുടങ്ങിയവയൊക്കെ കൊതുക് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. പിന്നെ വായു സ്പ്രെഡ് ആകുന്നത് ശ്വാസകോശ രോഗങ്ങൾ, ന്യൂമോണിയ, ആസ്മ, ചുമ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ ശ്വാസകോശ രോഗങ്ങളാണ്. ഇതെല്ലാം മഴക്കാലത്ത് മനുഷ്യന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഇതിന് ഹോമിയോപ്പതിയിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഹോമിയോപ്പതിക്കാരൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയാം. അതിനിടയ്ക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരുപാട് വ്യക്തി ശുചിത്വം പാലിക്കുക, പിന്നെ കൊതുക് കടി കൊള്ളാതിരിക്കുക, കൊതുകിനെ പെരുകാതെ നമ്മൾ അനുവദിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, ആഹാരം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മഴക്കാല രോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ കുറേ ഹോമിയോപ്പതി മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ക്ലിനിക്കിൽ ഒരുപാട് രോഗികൾ ഇപ്പം ഈ അസുഖങ്ങൾ മൂലം വരുന്നുണ്ട്. കൊതുക് അസുഖങ്ങൾ, വൈറൽ പനി, ഭയങ്കര അതികഠിനമായി വരുന്ന വൈറൽ പനിക്ക് ബെൽഡോണ, റെസ്റ്റോക്സ്, ആഴ്സനിക് മാൽബ്, ബ്രയോണിയ, അലിയം സീപ്പ അത്തരം മരുന്നുകളൊക്കെ കൊടുത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. പിന്നെ ഫുഡ് പോയ്സൺ വരുന്ന സമയത്ത്, ഫുഡ് പോയ്സണിനാണെങ്കിൽ ആഴ്സനിക്കം ആൽബം തന്നെയാണ് പ്രധാന മരുന്ന്. ആഴ്സനിക് ആൽബം, അലൈക്കോപോഡിയം, കാർബോവേജ്, നെക്സോമിക്ക തുടങ്ങിയ മരുന്നുകൾ. ഡയേറിയയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് പോഡോഫൈലം, യൂപ്പറ്റോറിയം പെർഫോളിയം, ക്യാംഫർ തുടങ്ങിയ മരുന്നുകൾ ഡയേറിയയ്ക്കും കൊടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ അസുഖങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. വെള്ളം കുടിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, സ്ട്രീറ്റ് ഫുഡ് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മഴക്കാല സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൊതുക് നിവാരണം അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സർക്കാരോ ആരോഗ്യവകുപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇടപെട്ട് മഴക്കാലത്ത് കൊതുക് പെരുകാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നേ പറ്റൂ. എങ്കിലേ ഒരു പരിധിവരെ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡ്രൈ ഡേ ആചരിക്കൽ എന്ന പേരിന് മാത്രം ഇപ്പം കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. ഈ മഴക്കാലത്ത് ഞാൻ ആരും കേട്ടിട്ടില്ല ഡ്രൈ ഡേ ആചരിക്കണമെന്ന്. ആരും ആചരിച്ചതായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൊതുകുകൾക്ക് വൻതോതിൽ പെരുകാനുള്ള അവസരം. മഴക്കാലം ആയിട്ടില്ല, നമുക്ക് മെയ് അവസാനമായിട്ടേ ഉള്ളൂ. ഇനി മൺസൂൺ മഴക്കാലം വരുന്നതേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് മൺസൂൺ അപ്രാപ്യമായിക്കൊണ്ടിരിക്കുന്നു. കാരണം മൺസൂണിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇപ്പം കഴിയുന്നില്ല. എലിയെ നിയന്ത്രിക്കാൻ, അടുത്തത് എലിപ്പനി വരുത്തുന്ന എലിയെ നിയന്ത്രിക്കാനാണ്. എലിയെ നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിലോ ഏതെങ്കിലും തലത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തേ ഇല്ല. ഒന്നും ചെയ്യുന്നില്ല. എലിയെ നിയന്ത്രിക്കാൻ എലിക്കണ്ണ് വെച്ച് എലിയെ പിടിക്കുക, എലിയെ നിയന്ത്രിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തേ മതിയാവും. പനി വരാതിരിക്കാനുള്ള മുൻകരുതൽ ഹോമിയോപ്പതിയിൽ ഒരുപാടുണ്ടെങ്കിലും പക്ഷേ ഇന്നത്തെ മഴയുടെ അവസ്ഥ അനുസരിച്ച് ഒരു തുള്ളി വെള്ളം വീണാൽ പോലും ജനങ്ങൾക്ക് പനി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. എല്ലാവരും മുൻകരുതൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊറോണ വരാതിരിക്കാൻ വേണ്ടി തന്നെ ഹോമിയോപ്പതിയിൽ മുൻകരുതലെടുത്തു. ആഴ്സനിക് ആൽബം എന്ന മരുന്ന് കൊടുത്ത് ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കൺട്രോൾ ചെയ്തു. അതുപോലെ തന്നെ ഈ വൈറൽ ഫീവർ വരാതിരിക്കാനുള്ള ഹോമിയോ മെഡിസിൻ, ഫ്ലൂ കൺട്രോൾ ചെയ്യാനുള്ള ഹോമിയോ മെഡിസിനും പ്രതിരോധ മരുന്നും ഒക്കെ ഹോമിയോപ്പതിയിലുണ്ട്. പിന്നെ സാധാരണ മരുന്ന് വാങ്ങുന്ന പോലെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞ് ഹോമിയോ മെഡിസിൻ കഴിക്കാൻ പറ്റില്ല. ഹോമിയോ മരുന്ന് വേണമെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടർക്ക് ചെന്ന് തന്നെ സിംറ്റംസ് പറഞ്ഞ്, ഹോമിയോപ്പതിക് സിംറ്റമാറ്റിക്കലി ട്രീറ്റ്മെൻറ്റ് കൂടിയാണല്ലോ. അപ്പം സിംറ്റംസ് പറഞ്ഞ് ഹോമിയോ ഡോക്ടറെ കണ്ട് അവർക്ക് അനുയോജ്യമായിരുന്ന ഡോക്ടറെ കയ്യിൽ നിന്ന് വാങ്ങുക. ഇനി അടുത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ
അവർ കണ്ണി കണ്ടതൊക്കെ പിന്നെ വാങ്ങി കഴിക്കുകയും നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും പറ്റാത്തൊരു കാര്യമാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളെ. ഈ വെള്ളം കണ്ടാൽ അവർ ചവിട്ടി കളിച്ചോ ചവിട്ടി തെറിപ്പിച്ചോ ഒക്കെയാണ് അവർ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരാറ്. അപ്പോൾ രാവിലെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് അവരുടെ സോക്സും ഷൂ ഒക്കെ വളരെ നന്നായിട്ട് തേച്ച് ഉണക്കി ഒരു തുള്ളി വെള്ളം പോലും വരാതെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചൂടുള്ള ഭക്ഷണം ചൂടുള്ള വെള്ളമൊക്കെ കൊടുത്തേച്ച് കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക. മഴ പെയ്താലുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുക. കൊതുകടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. സ്കൂൾ കുട്ടികളൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളാണ് എല്ലാവരും. അപ്പം അവരോട് കുറേ കാര്യങ്ങൾ രക്ഷകർത്താക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി വിടാൻ കഴിയും. മഴ സമയത്ത് വെള്ളപ്പൊക്കം വരും. വെള്ളപ്പൊക്കം വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ സ്കൂളുകളെല്ലാം പൂട്ടിയിട്ടിട്ട് ഈ വെള്ളപ്പൊക്ക ദുരിതബാധിത കേന്ദ്രങ്ങൾ ഉണ്ടാക്കും. അവിടെ ദുരിതബാധിത കേന്ദ്രങ്ങളെ കിട്ടി അത് വേറൊരു ദുരിതമാണ്. അവിടെയും ശുചിത്വം തീരെ ഇല്ലാത്ത സ്ഥലങ്ങളാണ് കണ്ടുവരുന്നത്. അവിടെയും അസുഖങ്ങൾ ഇങ്ങനെ കൂടി പെരുകാൻ ചാൻസുണ്ട്. അതും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു. പക്ഷേ ഒരു ദിവസം സ്കൂളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് കമ്പൽസറി ആയിട്ട് നടത്തുക. എല്ലാം എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളേറെ നല്ലത് അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളമോ ഫിൽറ്റർ ചെയ്ത വെള്ളമോ കുടിക്കുക. ചൂടുള്ള ഭക്ഷണം കഴിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. കൊതുകടി കൊള്ളാതിരിക്കുക. ഇതൊക്കെ കുറേയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മഴക്കാല രോഗങ്ങൾ ഈസിയായിട്ട് മഴക്കാലം തരണം ചെയ്ത് പോകാൻ പറ്റും.